നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് ക്രോണിക് ക്യാപിറ്റലിസം വളർന്ന് പന്തലിക്കുന്നത് എന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അതിൻ്റെ രക്തസാക്ഷിയാണ് അഹമ്മദ് ബുഹാരി. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി നിരന്തരം പറയുന്നൊരു കാര്യമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അസറ്റുകൾ, അതുപോലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ, പോർട്ടുകളൊക്കെ അദാനി അംബാനി അടക്കമുള്ള ചില ആളുകളുടെ കയ്യിലേക്ക് മാത്രം ഒതുക്കപ്പെടുന്നു എന്ന് അദ്ദേഹം നിരന്തരം പറയുന്നുണ്ട്. അപ്പോൾ അതിന് സിസ്റ്റം കൂടി അതിന് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം, കറക്റ്റ് റിപ്ലിക്ക ഞാൻ പറഞ്ഞുതരാം. അതാണ് അഹമ്മദ് ബുഹാരിയുടെ കഥ. അപ്പോൾ ഇദ്ദേഹം നമ്മുടെ രാജ്യത്തിലെ ഒരു NRI ആണ്. അദ്ദേഹം ഒരു പവർ പ്ലാന്റ് സ്റ്റേഷൻ തമിഴ്നാട് തൂത്തുക്കുടിയിൽ സ്ഥാപിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു പവർ പ്ലാന്റ് സ്റ്റേഷൻ സ്ഥാപിക്കുന്നു. ഏകദേശം 1200 മെഗാവാട്ട് വൈദ്യുതി അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു അസറ്റ് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ, CBI, EDകളൊക്കെ അദ്ദേഹത്തിനെതിരെ ഫേക്ക് കേസുകൾ കെട്ടിച്ചമച്ചുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയാണ്. ഇപ്പോൾ CBI 2018 ഒരു പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് 1988 ആക്ട് പ്രകാരം അദ്ദേഹം ചില കറപ്ഷനൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന അലഗേഷൻ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ കമ്പനിക്കെതിരെ അന്വേഷണം നടക്കുന്നു. സ്വാഭാവിക ഒരു കമ്പനിക്കെതിരെ അന്വേഷണം വന്നു കഴിഞ്ഞാൽ ആ കമ്പനി തകരാൻ മറ്റൊരു കാരണമൊന്നും വേണ്ട. എനിവേ, അതിന് പുറമെ പാരലായിട്ട് നമ്മുടെ ED, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, മറ്റൊരു കേസിൽ PMLA ആക്ട് പ്രകാരം അദ്ദേഹത്തിനെതിരെ അന്വേഷണം ഉത്തരവിടുകയാണ്. അങ്ങനെ അദ്ദേഹം നിരന്തരമായിട്ട് വേട്ടയാടപ്പെടുന്നു. 2022 അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടുകയാണ്. അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം പല സമയങ്ങളിലായിട്ട് അദ്ദേഹം വലിയൊരു ബിസിനസ് മാൻഡേറ്റാണ്, ഒരു ടൈക്കൂണാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോടതിയിലേക്ക് ഇടപെടുന്നു, കോടതിയെ സമീപിക്കുന്നു. അങ്ങനെ സ്പെഷ്യൽ കോർട്ട് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ട് നമ്മുടെ മദ്രാസ് ഹൈക്കോടതി ആ ജാമ്യം റദ്ദാക്കുക കൂടി ചെയ്യുകയാണ്. ഈ മദ്രാസ് ഹൈക്കോടതിയിലേക്കൊക്കെ ആണ് നമ്മുടെ റീസെൻ്റായിട്ട് ഒരു BJP സ്പോക്കസ് പേഴ്സൺ, ഹിന്ദുത്വയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവ് അവിടെ ഹൈക്കോടതിയിൽ ജഡ്ജിയായിട്ടൊക്കെ നിയമനം കിട്ടിയൊരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടാവും. എനിവേ, ഹൈക്കോടതി സ്പെഷ്യൽ കോർട്ട് അദ്ദേഹത്തിന് കൊടുത്ത ജാമ്യം റദ്ദാക്കി. അങ്ങനെ ഫൈനലി അദ്ദേഹം 31 മാസത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നത്. ഒരു കാലയളവിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു കമ്പനി സ്വാഭാവികമായിട്ടും ഇൻസോൾവൻസിക്ക് വിധേയമാകുന്നു. അങ്ങനെ അത് ഏറ്റെടുക്കാൻ വേണ്ടി മുന്നിലേക്ക് വരുന്ന ആളുകൾ അദാനിയും അതുപോലെ അദ്ദേഹത്തിനോട് ഒപ്പമുള്ള ചില പ്രൈവറ്റ് കമ്പനികളുമാണ്. അങ്ങനെ അദ്ദേഹം ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ആ കമ്പനിയുടെ 100% ഈക്വിറ്റി ഷെയറും കംപ്ലീറ്റ് അദാനി വിഭാഗം സ്വന്തമാക്കി. ആ ഒരു കമ്പനിയുടെ ഡയറക്റ്റ് സ്ഥാനത്ത് നിന്നും അതുപോലെ ആ കമ്പനിയിൽ നിന്നും അദ്ദേഹം പുറത്താക്കപ്പെടുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ അസറ്റുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ മികച്ച ഒരു ഉദാഹരണമാണ് എങ്ങനെയാണ് ഗവൺമെൻറ് ഏജൻസികളെ ദുരുപയോഗം ചെയ്തുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ, ബിസിനസ് ഹോൾഡേഴ്സിനെയൊക്കെ തകർക്കുന്നു. സ്വാഭാവികമായിട്ട് നമ്മുടെ റുപ്പി തലകുത്തി വീഴുന്നതിന് പ്രത്യേകിച്ചൊരു കാരണം തേടി മറ്റൊരിടങ്ങളിലേക്കൊന്നും പോകേണ്ട